പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇനി മുതൽ വരാനിരിക്കുന്ന പിറ്റേ ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നയനയുടെ അച്ഛനാണെങ്കിൽ എല്ലാ ടച്ചപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് എല്ലാ പ്രതിമകളും കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ അബി ഏൽപ്പിച്ചിരിക്കുന്ന ഗുണ്ടകള് ആ ഷോപ്പിലേക്ക് വരുന്നത്. അവരെ കണ്ട ഉടനെ തന്നെ എന്താ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രതിമകൾ വേണോ എന്ന് പറയുമ്പോൾ ഇപ്പോഴെന്ന് ചോദിക്കുകയാണേ. അതെ, നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പ്രതിമകളാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കി വെച്ചതാണെന്ന് പറയുകയാണേ. അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റില്ല, അതൊരു ഓർഡർ പ്രകാരം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾക്ക് എന്ത് പ്രതിമകളാണോ വേണ്ടത് അത് ഞങ്ങൾ നിർമ്മിച്ചു തരാം എന്നൊക്കെ പറയാണ് കേട്ടോ. നിങ്ങൾ ഈ പ്രതിമകൾ ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾ ആരാന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ പറയണേ. നിങ്ങൾ ആരാണെങ്കിലും ഞാൻ ഈ പ്രതിമയുടെ മേലെ തൊടാൻ പോലും നിങ്ങൾ ആരും അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടേ. ഓഹോ, നിങ്ങൾ അത്രയ്ക്കായോ? ഈ പ്രതിമകളും കൊണ്ടേ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോവുള്ളൂ. ഞങ്ങൾ ഗുണ്ടകളാണ് എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരാണെന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേര് പിടിച്ചു വെച്ചിട്ട് നയനയുടെ അച്ഛനെ പിടിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം വണ്ടി എടുത്തോണ്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഗുണ്ടകളുടെ അടുത്ത് വണ്ടി എടുത്തോണ്ട് വരാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അവർ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് ആ പ്രതിമകളെല്ലാം വണ്ടിക്കകത്ത് കയറ്റുന്നുണ്ട്. അച്ഛൻ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും സമ്മതിക്കാതെ അയാളെ അടിച്ച് ശരിപ്പെടുത്തി താഴെ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രതിമകളുമായിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയറിന് മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നയനയും അതുപോലെ കൂടെ ആദർശും കനകയും അതുപോലെ തന്നെ നന്ദു എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം വർക്കുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഹാപ്പി ആയിട്ട് ഇരിക്കാമല്ലോ, അവർ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നൃത്തം ചുവട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നയനയുടെ അച്ഛൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ കുട്ടി ഓടിയിട്ട് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അച്ഛനെ തല്ലി വീഴ്ത്തിയതിന് ശേഷം ആ പ്രതിമകളുമായിട്ട് കുറച്ചു പേര് അവിടുന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഉടനെ തന്നെ ആദർശിന്റെ വണ്ടിനകത്ത് എല്ലാവരും കൂടി കയറിയിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇങ്ങനെ ഇവരവിടെ എത്തുമ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് കേട്ടോ. ചെന്ന് നോക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്നത്. ഓടി ചെന്നിട്ട് എല്ലാവരും കൂടി വെള്ളം തളിച്ചിട്ട് ബോധം വരുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം പോയി, ദൈവങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല, എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ നയന പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള കാര്യം. ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറയണേ. അപ്പൊ ആദർശ് പറയുന്നത്, അച്ഛന് അടി കൊണ്ടിട്ട് നല്ല തളർച്ചയുണ്ട്, ഇപ്പോൾ ട്രീറ്റ്മെന്റ് ആണ് അത്യാവശ്യമായിട്ട് വേണ്ടത്, വാ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതമേ പോയി, ഇനി മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരോ ചെയ്ത തെറ്റിന് എന്തിനാണ് ഗോവിന്ദേട്ടൻ മരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കനജ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നത്, ആരോ ചെയ്ത തെറ്റല്ല, ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഈ പ്രതിമകളെ കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റിയില്ല എന്നൊക്കെ പറയുന്നിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് ആരാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദർശ് ചോദിക്കുന്നുണ്ട്. അറിയില്ല. കുറച്ച് ഗുണ്ടകൾ ചേർന്ന് വന്നിട്ട് മൊത്തം പ്രതിമകളെ എടുത്തുകൊണ്ട് പോയി. ഞാൻ ഒരുപാട് അവരുടെ അടുത്ത് പറഞ്ഞു, കാല് പിടിച്ചിട്ട് പറഞ്ഞു, എന്നിട്ടൊന്നും അവരുടെ മനസ്സലിയെ പോലും ചെയ്തില്ല. അവരത് കൊണ്ടുപോയി. ഞാൻ കാരണം ഈ 4 പെണ്ണുങ്ങളും കഷ്ടപ്പെടുകയാണ്. ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചത്. ഈ കാര്യങ്ങളെല്ലാം നല്ലപടിയെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കടങ്ങളെല്ലാം തീർത്തിട്ട് നന്ദുവിന് കല്യാണം വരെ ഞാൻ തീരുമാനിച്ചു വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് എന്ത് പറയും, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചങ്ക് പൊട്ടി കരയുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ ഇങ്ങനെ കരയുന്ന കണ്ടിട്ട് അച്ഛാ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നന്ദു പറയുന്നത്, അച്ഛൻ കരയല്ലേ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ആ ശിലകൾ ആരാണോ കൊണ്ടുപോയിരിക്കുന്നത് അവരെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും, അച്ഛൻ ടെൻഷൻ ആവരുതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ആദർശം പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നമുക്കത് എവിടെയാന്ന് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. അപ്പോഴാണ് കേട്ടോ കൃഷ്ണമൂർത്തി അങ്ങോട്ടേക്ക് വരുന്നത്. വന്നിട്ട് കാര്യങ്ങളെല്ലാം കൃഷ്ണമൂർത്തിയുടെ അടുത്ത് പറഞ്ഞ് കേൾക്കുമ്പോൾ കൃഷ്ണമൂർത്തി ആകെ കരയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയില്ലേ, ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പറഞ്ഞാൽ ഞാൻ മരിക്കുന്നതിന് തുല്യമാണ്, എനിക്ക് ഇന്ന് ആ ഓർഡർ കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ കൊല്ലും എന്നുള്ള രീതിയിലൊക്കെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നയനയുടെ അടുത്തുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് മോളെ ഞാൻ നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് തന്നതെന്നും ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് വീണ് കെഞ്ചാണ്, പ്രായം പോലും നോക്കുന്നില്ല, എങ്ങനെങ്കിലും ഈ പ്രതിമകൾ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമൂർത്തി അവരുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഫംഗ്ഷനിൽ മിനിസ്റ്റർ വരെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യ് നയന, എന്തെങ്കിലും ഒന്ന് ചെയ്യ് നയന എന്ന് പറഞ്ഞിട്ട് വീണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണേ.
തുടർന്ന് ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്രയാണോ ലോസ് വരുന്ന ആ നഷ്ടം ഞാൻ നികത്താം എന്നുള്ള കാര്യം. കാശ് ഒരു പ്രശ്നമല്ല എന്നും 2 ദിവസത്തിനുള്ളിൽ ആ പ്രതിമകൾ എവിടെ എത്തിക്കണം അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പണത്തിന് വേണ്ടിയിട്ടല്ല. എന്തായാലും പ്രതിമകൾ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ അയാൾ പറയുന്നത്. അതും സർ ഓരോന്ന് എങ്ങനെ വേണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു. ഏതൊക്കെ കളറിൽ വേണം, ഏതൊക്കെ ഡിസൈനിൽ വേണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് ഉണ്ടാക്കിയ പ്രതിമകളാണ്. അങ്ങനത്തെ പ്രതിമകൾ ഒരിക്കലും വെളിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റില്ല സർ. എനിക്ക് ആ പ്രതിമകൾ തന്നെ വേണം, എനിക്ക് എങ്ങനെയെങ്കിലും അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അയാളും കെഞ്ചിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് ആദർശ് ആകെ ആശയക്കുഴപ്പത്തിലാവണേ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതാരോ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ് എന്നുള്ള കാര്യം. അങ്കിൾ എങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എങ്ങനെയാ വന്നതെന്നൊന്നും അറിയില്ല, എന്നെ തലയ്ക്ക് അടിച്ചതിന് ശേഷം 2 വാൻ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആദർശ് മനസ്സിൽ വിചാരിക്കുന്ന മറ്റൊന്നുമല്ല കേട്ടോ, അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 വാനുകൾ വണ്ടി, നമ്മുടെ ഗോവിന്ദ പറഞ്ഞതുപോലത്തെ 2 വണ്ടി പോകുന്നതായിട്ട് ആദർശിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതും ടാർപ്പായ കൊണ്ട് മൂടിയത്. എന്നിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നയന നമ്മൾ വരുന്ന സമയത്ത് 2 വണ്ടി നമ്മളെ പാസ് ചെയ്യുന്നു പോയത് നീ ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണേ. ഇത് കേട്ട നയന പറയുന്നത്, ഇല്ല ഞാൻ കണ്ടിട്ടില്ല, ഈ ടെൻഷനിൽ ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നുമില്ല. ആ പോയ 2 വണ്ടിയും ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രതിമകൾ ഇരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഒരു വണ്ടിയുടെ നമ്പർ ആണെങ്കിൽ ഞാൻ കണ്ടതുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഓർത്തെടുക്കുമ്പോൾ ആ കറക്റ്റ് വണ്ടീൻ്റെ നമ്പർ ആദർശിന് ഓർമ്മ വരികയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ നമ്പർ പറയുന്നുണ്ട്. അതെ, ആ നമ്പർ തന്നെയാണ്, എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് ആ നമ്പർ ട്രേസ് ചെയ്യാൻ വേണ്ടി പറയാം. എങ്ങനെയും നമ്മളത് കണ്ടുപിടിക്കും, ആരും ടെൻഷൻ ആവണ്ട എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരനെ വിളിച്ചിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് പോലീസുകാരൻ പറയുന്നത്, മിനിസ്റ്റർ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാകും, അതിന്റെ പേരിൽ എല്ലാവരും കുറച്ച് തിരക്കിലാണുള്ളത്. പക്ഷെ കൺട്രോൾ റൂമിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഞാൻ ആ വണ്ടി ട്രേസ് ചെയ്യാം, എന്നിട്ട് ഏത് വഴിയൊക്കെ പാസ് ചെയ്ത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ വീഡിയോ അയച്ചു തരാം എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ ആദർശ്. ഫോൺ വെച്ചതിന് ശേഷം ആദർശ് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ, മിനിസ്റ്റർ ഉള്ളത് കൊണ്ട് പോലീസിന്റെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കുറവാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന കേസ് കെട്ടേ ഉള്ളൂ. ഓൾറെഡി നമുക്ക് ആ വണ്ടി നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നെ കണ്ടെത്താം എന്ന് നന്ദു പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് ആദർശ് പറയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ആദർശിന്റെ അടുത്ത് നന്ദു പറയുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ബൈക്കിൽ വന്നോളാം, ആദർശേട്ടൻ വണ്ടി എടുത്ത് ചെന്നോളൂ എന്ന് പറഞ്ഞിട്ട് നന്ദു ഓടുന്ന് പോവാണേ. ആ സമയത്ത് നയന ഞാൻ കൂടെ വരാം എന്ന് പറയുന്നുണ്ട്. ആദർശ് വേണ്ട, നീ ഇപ്പോൾ ഇവിടെയാണ് വേണ്ടത്, അച്ഛനും അമ്മയും സമാധാനിപ്പിക്കണം, അവർ ഒരുപാട് ഭയന്നിട്ടുണ്ട്, അച്ഛന് വേണ്ട ഫസ്റ്റ് എയ്ഡും കൊടുക്കണം, എന്നിട്ട് നീ ഇവിടെ നിന്നോ എന്ന്, ഞാൻ പോയിട്ട് വരുമ്പോൾ കയ്യിൽ എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന പ്രതിമകളും ഉണ്ടാവും എന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു പോണേ ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ നയന. ഇത് കാണുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, പേടിക്കണ്ട, നീ ഭയമില്ലാതെ ഇവിടെ ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡും കൂടി അവസാനിക്കുന്നത്.